15 വയസ്സായ മുസ്ലിം പെൺകുട്ടിക്ക് ഇഷ്ടമുള്ള ആളിനെ വിവാഹം കഴിക്കാം. സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ്. 22 അല്ല, 25 അല്ല, 30 വയസ്സായാൽ പോലും 40 വയസ്സായാൽ പോലും ഇഷ്ടമുള്ള ആളിനെ വിവാഹം കഴിക്കാൻ ഇപ്പോഴും നമുക്ക് സ്വാതന്ത്ര്യമില്ല, അവകാശങ്ങളില്ല. അവിടെയൊക്കെ നമ്മുടെ ഒരു ഫാമിലി സ്ട്രക്ചർ വലിയ രീതിയിൽ ഒപ്പോസ് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ദുരഭിമാന കൊലകൾ നമ്മുടെ രാജ്യത്ത് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് 15 വയസ്സായ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി വരുന്നത്. എങ്ങനെയാണ് ഇങ്ങനൊരു വിധി? എന്തിനാണ് നമ്മുടെ നാട്ടിൽ പോക്സോ നിയമങ്ങൾ? എന്തിനാണ് നമ്മുടെ നാട്ടിൽ ബാലാവകാശ കമ്മീഷനൊക്കെ? എന്തിനാണ് നമ്മുടെ നാട്ടിൽ ഈ ചൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ടൊക്കെ നമ്മൾ എന്തിനാണ് കൊണ്ടുവരുന്നത്? എനിക്കൊരു മകനുണ്ട്, 14 വയസ്സായിട്ടുള്ളൂ. ഈ 14 വയസ്സിന് ഒരു വയസ്സുകൊണ്ട് വ്യത്യാസം 15 വയസ്സായി. അങ്ങനെ ഒരു കുട്ടി എങ്ങനെയാണ് ഒരു വിവാഹത്തിലേക്ക് കടക്കണമെന്ന് എത്ര ആലോചിച്ചിട്ട് പിടുത്തം കിട്ടുന്നില്ല. എന്തിനാണ് നമ്മുടെ ഗവൺമെന്റും നമ്മുടെ സിസ്റ്റമൊക്കെ കൂടിയിട്ട് എന്തിനാണ് ഇത്തരം കുട്ടികളുടെ ഇഷ്ടങ്ങൾക്കെതിരായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികളുടെ ഒരു അവകാശങ്ങൾ, അവരുടെ സ്വാതന്ത്ര്യങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള വിധി പ്രസ്താവനകൾ ഉണ്ടാവുന്നത്? മനുഷ്യാവകാശം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഈ പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടികളുടെ എല്ലാ സംരക്ഷണവും അല്ലെങ്കിൽ അവരുടെ മേലുള്ള എല്ലാ ഉത്തരവാദിത്വവും ഒരു സർക്കാരിൻ്റെ ആയിട്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് വരുന്നത്. സുപ്രീം കോടതി ദയവായിട്ട് ഈ വിധി പരിശോധിക്കണം. ഒന്നാമത് ഇങ്ങനൊരു വിധി പ്രസ്താവിക്കാനായിട്ട് സുപ്രീം കോടതിക്ക് സാധിക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായപൂർത്തിയാവാത്ത എല്ലാ കുട്ടികളും, അത് ജാതിയെന്നോ ഒരു മതത്തിൻ്റെ ഉള്ളിലോ ഒന്നും വരുന്നതല്ല, എല്ലാ കുട്ടികളുടെയും സംരക്ഷണ ചുമതല എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സർക്കാരിനുള്ളതാണ്. ആ സർക്കാർ വളരെ കൃത്യമായിട്ട് ഇടപെടേണ്ട ഒരു കാര്യം കൂടിയാണിത്. അതിനാണ് നമ്മളിവിടെ ഒരു ഏജ് റെസ്ട്രിക്ഷൻസ് ഒക്കെ നമ്മൾ വെക്കുന്നത്. ഇവിടെ ഇത്ര വയസ്സായിട്ടുള്ള പെൺകുട്ടികൾ കല്യാണം കഴിക്കാവൂ, ഇത്ര വയസ്സുള്ള ആൺകുട്ടികളെ കല്യാണം കഴിക്കാവൂ എന്നൊക്കെ പറയുന്ന ഏജ് റെസ്ട്രിക്ഷൻസ് പോലും വെച്ചിട്ടുള്ളത് അവരുടെ മെച്യൂരിറ്റി ലെവൽ അത്രത്തോളം ആവാനായി. എന്നിട്ട് പോലും നമ്മൾ എത്രയോ ദുരനുഭവങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ദയവായി ഇതൊന്ന് പരിശോധിക്കണം. എന്തെങ്കിലും ഒരു മാർഗം നോക്കിയിട്ട് നിങ്ങളിത് പരിശോധിക്കണം.